ഒക്ടോബർ 27 നടക്കാനിരിക്കുന്ന പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഗസയിലും വെസ്റ്റ് ബാങ്കിലും പുതിയ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായി മാറുകയാണ്. നിലവിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം എന്നതാണ് ശ്രദ്ധേയം. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വടക്കൻ ഗസയിൽ 3 നെഹാൽ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. സൈനിക ആവശ്യങ്ങൾക്കായി എന്ന പേരിൽ തുടങ്ങുന്ന ഇത്തരം കേന്ദ്രങ്ങൾ കാലക്രമേണ സ്ഥിരമായ ഇസ്രയേലി കുടിയേറ്റ കേന്ദ്രങ്ങളായി മാറുകയാണ് പതിവ്. ഇതിനു പുറമെ വെസ്റ്റ് ബാങ്കിലെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങൾക്കായി 1.3 ബില്യൺ ഷെക്കൽ ധനസഹായം അനുവദിക്കാൻ ധനമന്ത്രി ബെസാലെൽ സ്മോട്രിച്ചിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചു. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേലി സൈനിക മേധാവി മേജർ ജനറൽ നിയമവിരുദ്ധമായ കുടിയേറ്റ കേന്ദ്രങ്ങളിലെ നിവാസികളെ സുരക്ഷാ പങ്കാളികൾ എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. അതേസമയം പലസ്തീനികളെ അവരുടെ വീടുകളിൽ നിന്ന് പുറത്താക്കുന്നതിനും ഭീതി പരത്തുന്നതിനും ഇത്തരക്കാർ നേതൃത്വം നൽകുന്നുവെന്ന് UN മനുഷ്യാവകാശ വിഭാഗം വ്യക്തമാക്കി. കുടിയേറ്റക്കാരുടെ അക്രമം എന്നത് ഭരണകൂടത്തിന്റെ ആക്രമണമാണ് എന്ന് UN റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നീക്കം വലിയ പ്രതിഷേധങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പലസ്തീൻ ജനതയെ പൂർണ്ണമായും പുറത്താക്കി അവിടെ കുടിയേറ്റം നടത്തുകയെന്നത് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ സർക്കാരിന്റെ ദീർഘകാല ലക്ഷ്യമാണെന്നാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരു വംശഹത്യയുടെ ഭാഗമാണ്. ഗസയിലെ ജീവിതം അസാധ്യമാക്കുക, പട്ടിണിക്കിടുക, തുടർന്ന് ജനങ്ങളെ പുറത്താക്കി അവിടെ കുടിയേറുക എന്നതാണ് അവരുടെ തന്ത്രം. അതിനിടെ ഗസയിലെ സാഹചര്യം കൂടുതൽ ഗുരുതരമായി തുടരുന്നു. ഗസയുടെ 65% പ്രദേശങ്ങളും ഇപ്പോൾ തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത് ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന് വിരുദ്ധമാണ്. ഗസയിൽ ഇതുവരെ 70,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 21,000-ലധികം പേർ കുട്ടികളാണ്. കൊല്ലപ്പെട്ടവരെ തീവ്രവാദികൾ എന്ന് മുദ്രകുത്തുന്ന ഇസ്രായേൽ സൈനികരുടെ പ്രസ്താവനകൾക്കെതിരെയും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനായി പൊതുഖജനാവിലെ പണം ഉപയോഗിച്ച ഇസ്രായേൽ സർക്കാർ നടത്തുന്ന പദ്ധതി മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് വഴിവെക്കുമെന്നും സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ലക്ഷക്കണക്കിന് പലസ്തീനികൾ ഇതിനകം ഭവനരഹിതരായി കഴിഞ്ഞു. ഇസ്രയേലിന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഒന്നടങ്കം ചൂണ്ടിക്കാട്ടുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ഇസ്രയേൽ ഭരണകൂടത്തിന്റെ തീവ്ര നിലപാടുകൾ മേഖലയിലെ സമാധാനാന്തരീക്ഷത്തെ കൂടുതൽ തകിടം മറിക്കുകയാണ്. കുടിയേറ്റ കേന്ദ്രങ്ങളിലെ അക്രമികൾ വെറും ന്യൂനപക്ഷം മാത്രമാണെന്ന് വിദേശ രാജ്യങ്ങളിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുമ്പോഴും ആഭ്യന്തരമായി ഈ സംഘങ്ങൾക്ക് സർക്കാർ എല്ലാവിധ സഹായങ്ങളും ഉപകരണങ്ങളും കന്നുകാലി സബ്സിഡികളും സൈനിക സംരക്ഷണവും നൽകുന്നുണ്ട്. ഇസ്രയേൽ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള പിന്തുണയോടെ നടക്കുന്ന വംശീയ ഉന്മൂലനവും പലസ്തീൻ ജനതയെ കുടിയൊഴിപ്പിക്കലുമാണ് വെസ്റ്റ് ബാങ്കിലേതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അടക്കമുള്ള മനുഷ്യാവകാശ സംഘടനകളും വിശകലന വിദഗ്ധരും കുറ്റപ്പെടുത്തി. പുതിയ അനധികൃത കുടിയേറ്റ കേന്ദ്രം സ്ഥാപിച്ചുകൊണ്ട് ഇസ്രയേലി കുടിയേറ്റക്കാർ ആഘോഷവും സംഘടിപ്പിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിലുടനീളം പലസ്തീൻ സാധാരണക്കാർക്കും അവരുടെ സ്വത്തുക്കൾക്കും നേരെ കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ പല സ്ഥലങ്ങളിൽ കുടിയേറ്റക്കാർ ആക്രമണങ്ങൾ നടത്തി. സ്വത്തുക്കൾ തീയിടുകയും പലസ്തീനികളെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. നബ്ലസിന്റെ തെക്കുഭാഗത്തുള്ള ഹുവാരയിൽ കുടിയേറ്റക്കാർ വാഹനങ്ങളുടെ ഒരു സ്ക്രാപ്പ് യാർഡ് കത്തിച്ചു. കൃഷിയിടത്തിന് മുന്നിൽ കുടിയേറ്റക്കാർ സ്ഥാപിച്ച മണ്ണ് തടസ്സം നീക്കാൻ ശ്രമിച്ച 4 പലസ്തീനികളെ ഇസ്രയേൽ സൈനികരുടെ സഹായത്തോടെ കുടിയേറ്റക്കാർ മർദ്ദിച്ചു. ഈ 4 പേരെയും പിന്നീട് ഇസ്രയേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. കിഴക്കൻ ജെറുസലേമിലെ കാഫർ അഖാബ് പ്രദേശത്ത് ഇസ്രയേൽ സൈന്യം നടത്തിയ റെയ്ഡിനിടെ 2 പലസ്തീൻ കൗമാരക്കാർ കൊല്ലപ്പെട്ടു. അതേസമയം ഈ വർഷം വെസ്റ്റ് ബാങ്കിലെ 3 അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് 32,000 പാലസ്തീനികളെ ഇസ്രയേൽ നിർബന്ധിതമായി പുറത്താക്കിയത് യുദ്ധക്കുറ്റമായി കണക്കാക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.